തപ്പിക്കഴിഞ്ഞാൽ ഒരുപാട് അറിവുകൾ കിട്ടും. എന്താ കാര്യം? ഒരു പ്രയോജനവുമില്ല. കാരണം നമ്മളെ സ്പർശിക്കാത്ത ഒരു അറിവ് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. അത് നമ്മളെ മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് മാത്രമേ കൊണ്ടുപോകുള്ളൂ. നമുക്കറിയാം, പലരും നമ്മളോട് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ചോദിക്കും. അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അവർ നമ്മളോട് ചോദിക്കും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ആ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറയണത് പോലെയോ അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണോ അവരോട് പറഞ്ഞത് അതൊന്നും അവർ ചെയ്യാനും പോണില്ല. പക്ഷെ നമ്മളെ അതിലേക്ക് ട്രാപ്പഡ് ആക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളോട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറ, മനസ്സിലായോ? അപ്പം ഈ സംഗതി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് പറയുന്നതോടെ നമ്മൾ ഈ കണക്ഷനിൽ നിന്ന് നമ്മൾ കട്ടാവും. പിന്നീട് ഒരു ട്രാപ്പ് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ പറഞ്ഞ കാര്യം അവർ ചെയ്തിട്ട്, പക്ഷെ അവരതുപോലെയല്ല ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഇത് പറഞ്ഞെന്നുള്ളൊരു റിഗ്രറ്റ് നമ്മുടെ ഉള്ളിൽ വരും. എന്നതുപോലെ ഈ ലോകത്ത് ഒരുപാട് അറിവുകളുണ്ട്. പക്ഷെ ഇതെല്ലാം ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത്? ഭൂമി റൗണ്ടാണ്, ചന്ദ്രനിൽ ആള് പോയി, സാറ്റലൈറ്റ്, അത് ഇത്, ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല, മനസ്സിലായ? പക്ഷെ നമ്മളെക്കൊണ്ട് നമ്മൾ ദൈനംദിനമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ എത്രത്തോളം നമ്മളെ ശ്രദ്ധിച്ച് നമ്മളായിട്ട് നിൽക്കാൻ സാധിക്കുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാത്രമേ നമ്മളെ കൊണ്ട് പരിശോധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള അറിവുകളെല്ലാം കേട്ട് കഴിഞ്ഞാൽ അവിടെ ഞാനായിട്ട് രൂപപ്പെടുത്തിയ ഒരു ഞാനുണ്ടാവും. ഈ ഞാനെന്ന് പറയുന്നത് എല്ലാവരിലും, ഈ പ്രപഞ്ചം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് എല്ലാ മനുഷ്യരിലും എല്ലാ ജീവജാലങ്ങളിലും ഒരുപോലെയുള്ള ഞാനാണ്. അപ്പോൾ അവിടെ ഒരിക്കലും ഞാനായിട്ട് മാറി നിൽക്കല്ല, ഞാൻ നമ്മളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നിരന്തരം ആ പ്രക്രിയയാണ് വർക്ക് ചെയ്യണത്. ഞാൻ നമ്മൾ അല്ലാതെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഐസൊലേഷൻ അല്ല അവിടെ വർക്ക് ചെയ്യണത്. അപ്പം നമ്മളെ സ്പർശിക്കാത്ത അറിവുകൾ നമ്മൾ ഉപയോഗിക്കുമ്പം നമ്മൾ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റപ്പെടുകയാണ്. പിന്നെ പതുക്കെ നമ്മൾ ICUവിലേക്ക് മാറ്റപ്പെടുകയാണ്. അപ്പം നമ്മളാണ് നമ്മളെ ശ്രദ്ധിക്കണതെങ്കിൽ നമ്മുടെ ആ കെയർ നമ്മളായിട്ടാണ് ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ കൂടെ നിന്ന് നമ്മൾ കെയർ ചെയ്യണം.